മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, 2025 ജനുവരി 5 ഞായറാഴ്ച നമ്മൾ വായിക്കുന്ന സുവിശേഷം ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 16 മുതൽ 22 വരെയുള്ള വചനങ്ങളാണ്. ഈ വചനങ്ങളിൽ നമ്മൾ ആദ്യം കണ്ടത് കർത്താവിൻ്റെ അരൂപിയെക്കുറിച്ച്, പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്. രണ്ടാമത് നമ്മൾ കണ്ടത് ബന്ധിതർക്ക് മോചനം യേശു എങ്ങനെ നൽകുന്നു എന്നുള്ളതാണ്. മൂന്നാമത് നമ്മൾ കാണുന്നത് സിനഗോഗിൽ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. ഈ സിനഗോഗ് എന്ന് പറയുന്നത് ഇസ്രായേൽ ജനതയുടെ പ്രാർത്ഥനാലയമാണ്. ജെറൂസലേം ദേവാലയം ആ കാലഘട്ടത്തിലുണ്ട്. എന്നാൽ അകലങ്ങളിലുള്ള യഹൂദർക്ക് പ്രാർത്ഥിക്കാനായിട്ട് സിനഗോഗ് എന്ന് പറയുന്ന, നമ്മുടെ നാട്ടിൽ ഭാഷ പറഞ്ഞാൽ കപ്പേളകൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു കപ്പേളയാണ്, ഒരു സിനഗോഗാണ് കഫർനാമിലുള്ളത്. യേശുവിൻ്റെ ശിഷ്യനായ പത്രോസിന്റെ ഭവനം ഈ കപ്പേളയോട്, ഈ സിനഗോഗിനോട് ചേർന്നുള്ളതാണ്. അവിടെയാണ് പത്രോസ് തൻ്റെ അമ്മായിയമ്മയെ ഈശോയുടെ വചനത്തിലൂടെ ഈശോ സുഖപ്പെടുത്തുന്നത്. ഇവിടെ ഒരു ദിവസം, സാബത്ത് ദിവസം, അതായത് ശനിയാഴ്ച, യേശു ചെന്നപ്പോൾ വചനം വായിക്കാൻ കൊടുത്തു. അന്ന് വായിച്ച ഭാഗം യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 61-ാം അധ്യായം 1-2 വചനങ്ങളാണ്. കർത്താവിന്റെ അരൂപി എൻ്റെ മേലുണ്ട്, കുരുടർക്ക് കാഴ്ചയും ബധിരർക്ക് കേൾവിയും മുടന്തർക്ക് സൗഖ്യവും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കുവാൻ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു എന്ന ഭാഗം. അതിനുശേഷം വരുന്ന ഭാഗമാണ് സിനഗോഗിൽ ഉണ്ടായിരുന്നവർ യേശുവിനെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. ഈ പുതിയ പ്രവാചകൻ, ഈ മിശിഹ, ഈ എമ്മാനുവേൽ എന്തായിരിക്കും തങ്ങളോട് പറയുന്നത്? ഇവൻ ആ തച്ചന്റെ മകനല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇവൻ എന്താണ്? ഈശോ ഒരു സൗഖ്യപ്പെടുത്തുന്ന ഒരു രോഗിയുണ്ട്, കൈ ശോഷിച്ച മനുഷ്യനെ. ഈ കൈ ശോഷിച്ച മനുഷ്യനെ സൗഖ്യപ്പെടുത്തുന്ന ഒരു സിനഗോഗിൽ വെച്ച. അവിടെ വചനം കേൾക്കുന്ന സമൂഹമുണ്ട്. അവരുടെ കണ്ണ് യേശുവിലാണ്, അവരുടെ കാത് യേശുവിലാണ്, ഹൃദയം യേശുവിലാണ്. കണ്ണും കാതും കരളും യേശുവിലായവരാണ് വചനം കേൾക്കുന്നത്. രണ്ടാമത്തെ സമൂഹമാണ് ഫരിസേയരുടെയും നിയമജ്ഞരുടെയും സമൂഹം. അവരും യേശുവിനെ നോക്കിക്കൊണ്ടാണ് ഇരിക്കുന്നത്. അവരുടെ കണ്ണ് യേശുവിലാണ്, അവരുടെ കാത് യേശുവിലാണ്, അവരുടെ ഹൃദയം കലക്കാനായിട്ടാണ്. ഈ സിനഗോഗിൽ വചനം പങ്കുവെക്കുമ്പോൾ യെശയ്യാ പ്രവാചകന്റെ വചനം 61-ാം അധ്യായം 1-2 വചനങ്ങള് പങ്കുവെക്കുമ്പോൾ അവിടെയും ഈ ഫരിസേയരുണ്ടായിരിക്കണം. ഈ ദിവസങ്ങളിൽ ഞാനൊരു സിസ്റ്ററുമായിട്ട് സംസാരിക്കുമ്പോൾ സിസ്റ്റർ എന്നോട് പറഞ്ഞു, അച്ഛാ, വളരെ ശ്രദ്ധിക്കണം പ്രസംഗങ്ങളൊക്കെ പുറത്തുപോയി പറയുമ്പോൾ. കാരണം അവിടെ ആ പ്രസംഗം റെക്കോർഡ് ചെയ്ത് കൊണ്ടുപോകാറുണ്ട്. അത് ചില ഭീകര സംഘടനകൾക്ക് കൊടുക്കുകയും ഇന്ന് നമ്മളെയൊക്കെ അറ്റാക്ക് ചെയ്യുന്ന രീതിയുമുണ്ട്. ഞാൻ ഈ കാര്യം പറഞ്ഞ ഒരു വൈദികരോട് സംസാരിച്ചപ്പോൾ വൈദികൻ പറഞ്ഞത്, പിതാക്കന്മാർ, അതായത് മെത്രാന്മാര് അച്ഛന്മാരോട് പറയുന്നു, നമ്മൾ പറയുന്ന പ്രസംഗങ്ങള് പലരും എടുത്തുകൊണ്ട് പോകുന്നുണ്ട്, ശ്രദ്ധിച്ചുകൊണ്ട് പോകുന്നുണ്ട്. നല്ല കാര്യത്തിനല്ല. അവിടെയുള്ള ഏതെങ്കിലും ഒരു ചെറിയ പിഴവ് പോലും എടുത്തു കാണിച്ച് യേശുവിനെ അപമാനിക്കാനായിട്ട്, യേശുവിൽ നിന്ന് മാറ്റിക്കൊണ്ടുപോകാനായിട്ടുള്ള പരിശ്രമമാണ്. ഇവിടെ സിനഗോഗിൽ ഒറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് ഫരിസേയര്. മൂന്നാമത്തെ സമൂഹമാണ് രോഗികളുടെ സമൂഹം. അവരുടെ കണ്ണ് യേശുവിലാണ്, അവരുടെ കാത് യേശുവിലാണ്,
അവരുടെ ഹൃദയം യേശുവില, അവരുടെ കരങ്ങൾ യേശുവിലാണ്. ആ സിനഗോഗിൽ വെച്ച് കൈ ശോഷിച്ചവരുടെ കർത്താവ് പറയുകയാണ്, നീ നടുവിലേക്ക് മാറി നിൽക്കുക. അവൻ നടുവിലേക്ക് മാറി നിന്നു. സാബത്ത് ദിവസം നന്മ ചെയ്യണമോ തിന്മ ചെയ്യണമോ, നന്മ ചെയ്യാമോ എന്നുള്ള ചോദ്യമുണ്ട്. അവരുടെ ഹൃദയഗതം മനസ്സിലാക്കി, ഉറ്റുനോക്കിക്കൊണ്ടിരുന്നവരുടെ ഹൃദയഗതം മനസ്സിലാക്കി. ഫരിസേയരുടെയും നിയമജ്ഞരുടെയും ഹൃദയഗതം മനസ്സിലാക്കിയിട്ട് യേശു പറഞ്ഞു, നീ നടുവിലേക്ക് മാറി നിൽക്കുക, നിന്റെ കൈകൾ നീട്ടുക. അവൻ കൈ നീട്ടി, അവൻ സൗഖ്യപ്പെട്ടു. യേശുവിനെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് അവന് കൈ സുഖപ്പെട്ടത്. പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചു വെക്കുന്ന ഒത്തിരി സ്ഥലങ്ങളിലൂടെ ഞാൻ പോയിട്ടുണ്ട്. ഒരു ധ്യാന കേന്ദ്രം 14 വർഷം ഞാൻ നടത്തുകയും ചെയ്തിട്ടുണ്ട്. പരിശുദ്ധ കുർബാന എടുത്തുകൊണ്ട് പോകുമ്പോൾ, ചാപ്പലിൽ നിന്ന് വലിയ ഹോളിലേക്ക് എടുത്തുകൊണ്ട് പോകുമ്പോൾ, ഒരു മകളുടെ കിഡ്നി രണ്ടും ഫെയിലിയറായ മകളാണ് ഈ വിളക്ക് എന്തുന്ന കന്യക. ആ പള്ളിയിൽ നിന്ന് ഹോളിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പൊ പോകുന്ന വഴിക്ക് ഞങ്ങൾ കർത്താവിനെ സ്തുതിച്ചുകൊണ്ടാണ് പോകുന്നത്. അവളും ശ്രദ്ധിച്ചു, ആ കൊണ്ടുപോകുന്ന വഴിയില് ആ പരിശുദ്ധ അരലക്കയില് ഓസ്തി വീഴരുത്, വീണ് ഞാൻ അത് നശിച്ചു പോകരുത്. വളരെ ശ്രദ്ധയോടെയാണ്. ആ മകളുടെ കിഡ്നികൾ രണ്ടും സുഖപ്പെട്ടു എന്ന് മാത്രമല്ല, അവള് പിന്നീട് വിവാഹം കഴിഞ്ഞ് അവളുടെ കുഞ്ഞുങ്ങളെ എടുത്ത് താലോലിക്കാനുള്ള കർത്താവിന്റെ ഒരു കൃപയും എനിക്ക് ലഭിച്ചു. അപ്പൊ ഉറ്റുനോക്കുമ്പോഴാണ് കർത്താവിന്റെ ഇടപെടൽ നടക്കുന്നത്. ശ്രദ്ധയോടെ ദീപബലിയിൽ പങ്കെടുക്കുമ്പോഴാണ് ദൈവത്തിന്റെ ഇടപെടൽ നടക്കുന്നത്. അപ്പൊ ഹൗവി ശ്രദ്ധയോടെ, എത്രമാത്രം ശ്രദ്ധയോടെയാണോ ഈ ദിവസങ്ങളിൽ അരുണാചൽ പ്രദേശിലുള്ള പട്ട വെക്കാനുള്ള ബ്രദേഴ്സിന് ധ്യാനവും കുർബാനയും ഒരുക്കുകയായിരുന്നു അടിമാലി വിശ്വദീപ്തി സ്കൂളിൽ വെച്ച്, വിശ്വദീപ്തി ആശ്രമത്തിൽ വെച്ച്. അപ്പോൾ ഞാൻ ആ ബ്രദേഴ്സിനോട് പറഞ്ഞ ഒരു കാര്യം, സ്നേഹമുള്ള ബ്രദേഴ്സേ, ഈ ദേവാലയം വളരെയധികം അടയാളങ്ങളും അത്ഭുതങ്ങളും നടന്നിട്ടുള്ളതാണ്. ഒരിക്കൽ പരിശുദ്ധ കുർബാന കൊടുക്കുകയാണ്. തലേ ദിവസം വന്ന ഒരു സഹോദരി എന്നോട് സംസാരിച്ചു. അവളുടെ കൈയുടെ ഇവിടെയൊക്കെ പാണ്ഡുരോഗം വന്നിരിക്കുകയാണ്, ചുണ്ടുകളിലൊക്കെ പാണ്ഡുരോഗം വന്നിരിക്കുകയാണ്. ഏതായാലും മിശിഹായുടെ ശരീരവും രക്തവും നിത്യജീവൻ നൽകട്ടെ എന്ന് പറഞ്ഞ് ആ മകളുടെ നാവിൽ വെച്ച് കൊടുക്കുമ്പോൾ പൂർണ്ണമായിട്ട് അവൾ സൗഖ്യപ്പെട്ടു. 13 വർഷങ്ങൾക്ക് ശേഷം അവളുടെ ഭർത്താവിനെയും അവളെയും കണ്ടു. ദൈവം എത്രയോ വലിയ അനുഗ്രഹമാണ്, സൗഖ്യമാണ് നൽകിയത്. കർത്താവിനെ ഉറ്റുനോക്കുമ്പോൾ, കർത്താവിനെ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ, whenever we pay the attention to the Lord, pay the attention, കർത്താവ് ഇടപെടും. കർത്താവിനെ ഉറ്റുനോക്കിയപ്പോഴാണ് സിനഗോഗിൽ ഉണ്ടായിരുന്ന ആ കൈ ശോഷിച്ച വ്യക്തി സൗഖ്യപ്പെട്ടത്. ദേവാലയത്തിൽ നമ്മൾ വരുന്നത് കർത്താവിനെ ഉറ്റുനോക്കാനാണ്, ശ്രദ്ധിച്ചു നോക്കാനാണ്. We have to pay the maximum attention to the Lord. Surely the Lord will interfere in our life. നമ്മുടെ കടബാധ്യതകൾ എടുത്തു മാറ്റും, ബന്ധിർക്ക് മോചനം ലഭിക്കും, കുരുടർക്ക് കാഴ്ച ലഭിക്കും, പാണ്ഡുരോഗികൾ സൗഖ്യപ്പെടും. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ യേശുവേ, അങ്ങ് സിനഗോഗിൽ വചനം പ്രസംഗിച്ചു, വചനം വായിച്ചു. ദേവാലയത്തിലിരുന്ന് വചനം വായിക്കുന്ന മക്കളായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പള്ളിയിൽ വചനം വായിക്കുന്നവര് ശ്രദ്ധയോടും വളരെയധികം ഭക്തിയോടും കൂടെ ചെയ്യുവാൻ ഇടയാക്കണമേ. വൈദികൻ ആ വിശുദ്ധ ഗ്രന്ഥം എടുത്തുകൊണ്ട് മക്കളുടെ മുമ്പിലേക്ക് വരുമ്പോൾ ആ ആശീർവാദം, നിങ്ങൾക്ക് സമാധാനം എന്ന ആശീർവാദം ഏറ്റവും ഭക്തിയോടെ സ്വീകരിക്കാൻ ഞങ്ങളുടെ അധരങ്ങളെ ശക്തിപ്പെടുത്തണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സ്നേഹമുള്ളവരെ, നിങ്ങൾ വചനം പങ്കുവെക്കണം. ഇത് നിങ്ങൾ മറ്റുള്ളവർക്ക് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. വയലിൽ വിതയ്ക്കപ്പെട്ട വചനം പോലെ 100 മേനി, 60 മേനി, 30 മേനി ഫലം പുറപ്പെടുവിക്കുന്നവരാകാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവത്തിൻ്റെ അനുഗ്രഹം സമർത്ഥമായി നിങ്ങളുടെ മേൽ ഉണ്ടാകുന്നു. ദൈവമേ നന്ദി, ദൈവമേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ.